ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഈ മരണസംഖ്യ കൂടുന്നു എന്നുള്ളത്. എന്താണ് ശ്രീജിത്ത് വിവരങ്ങൾ? തീർച്ചയായും അതിൽ നമുക്കറിയാം, വലിയ ദുരന്തമാണ് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 1000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിച്ചൊരു ദുരന്തമാണിത്. മരണസംഖ്യ വർദ്ധിക്കുകയാണ്. 280-ലേറെ പേർ മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഇനിയും ശേഷിക്കുന്നുണ്ടോ എന്ന് അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകൾ എവിടേക്കാണെന്ന് കണ്ടെത്തി അത് മനസ്സിലാക്കി പ്രാദേശികമായ ജനപ്രതിനിധികൾക്ക് സഹായത്തോടുകൂടി എവിടെയൊക്കെ വീടുകളുണ്ട്, തകർന്ന വീടുകൾ എവിടെയൊക്കെയാണുള്ളത് അത് കണ്ടെത്തി അവിടേക്കാണ് ഇപ്പോൾ സൈന്യത്തിന് നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എവിടെയെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ പരമാവധി വേഗത്തിൽ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം ഇനിയും അങ്ങനെ ആകാതിരിക്കാൻ, കാരണം മഴ പെയ്യുന്നുണ്ട്, ചെളിയാണ്. ആ രൂപത്തിൽ വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ദുഷ്കരമാക്കും എന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കാണാതായവരെ ഏതാണ്ട് 200-300 പേരെ വരെ കാണാതായിട്ടുണ്ട് എന്നാണ് ഇനി കണ്ടെത്താനുണ്ട് എന്നാണ് വിവരം. കാരണം ഇത് കളക്ടറേറ്റിൽ നിന്നുള്ള ഈ പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങളാണ്. അവർ എടുത്തിട്ടുള്ള വോട്ടർ പട്ടിക, റേഷൻ മസ്റ്ററിംഗ് റോൾ അടക്കം. പിന്നെ അതോടൊപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അതൊരു ചെറിയ ടൂറിസം കേന്ദ്രമാണ്. അവിടെയുള്ള റിസോർട്ടുകളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റ്, അവിടുത്തെ രജിസ്റ്റർ, അതോടൊപ്പം റേഷൻ മസ്റ്ററിംഗ് റോൾ, തൊഴിലാളി ലയങ്ങളിലെ മസ്റ്ററിംഗ് റോൾ, ഇത് കേന്ദ്രീകരിച്ചാണ് ഈ ആളുകളുടെ കാണാതായവരുടെ കണക്കെടുത്തിട്ടുള്ളത്. അവരെവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു രൂപം കൂടി സൃഷ്ടിച്ച ശേഷമാണ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2 യോഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 10:30 മണിക്ക് അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉദ്യോഗസ്ഥരെയൊക്കെ ചേർത്തുകൊണ്ടുള്ള അവലോകന യോഗം 11 മണിക്ക്. ഈ 2 യോഗങ്ങൾ കൂടി ചേർന്നുകൂടി എങ്ങനെയായിരിക്കണം ഈ രക്ഷാപ്രവർത്തനം ഇനി ഏകോപിപ്പിക്കേണ്ടത്, ഇനി പുരോഗമിക്കേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള ഒരു തീരുമാനം ഇന്നുണ്ടാകും. അതോടൊപ്പം രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നുണ്ട്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സൈന്യത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും ഈ ലഭ്യമാക്കാൻ കഴിയുന്ന, നമ്മുടെ രാജ്യത്ത് സൈന്യത്തിന് ലഭ്യമാക്കാൻ കഴിയുന്ന എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ അവിടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ നിലവിൽ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അവിടെ ബെയിലി പാലം നിർമ്മിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ ആരോഗ്യ വിഭാഗം അവിടെയുണ്ട്. ഇൻഫൻട്രി ബറ്റാലിയനിൽ നിന്നുള്ള 150 പേരുണ്ട്. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നുള്ള 60-ലധികം ആളുകളുണ്ട്. അഗ്നിരക്ഷാസേനയുടെ കേരളത്തിന്റെ 300-ഓളം ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മുങ്ങൽ വിദഗ്ധരുണ്ട്. ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ തക്കവണ്ണം സാധ്യമായ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ട്. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് കൂടുതൽ ആളുകൾ, രക്ഷാപ്രവർത്തകർ, സൈന്യമൊക്കെ മുണ്ടക്കൈ പ്രദേശത്തേക്കാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടമുണ്ടായി ആദ്യ മണിക്കൂറുകളിൽ നമുക്കെത്താൻ കഴിയാതിരുന്നത്, സൈന്യത്തിലെത്താൻ കഴിയാതിരുന്ന പ്രദേശമാണ് മുണ്ടക്കൈ. അവിടെ നിന്നാണ് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത്. ഈ അപകടത്തിന്റെ, ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലെമ്പാടുമുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഇന്നലെയും ഇന്നുമായിട്ട് പ്രഭവ കേന്ദ്രത്തിൽ ഇന്നലെ എത്തിയിരുന്നു. അതിന് ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ പിന്നീട് കണ്ടെത്തി അവിടെയുള്ള വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം, ഭൂപ്രകൃതി ദുഷ്കരമായ ഒരു സാഹചര്യം, ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ വലിയ ദുരന്ത സമാനമായ സാഹചര്യം, ഇതിനെയൊക്കെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു പരിശോധനയും രക്ഷാപ്രവർത്തനവും ആ രൂപത്തിലുള്ള ഏകോപനമാണ് ഇപ്പോൾ ചൂരൽമലയിലും മേപ്പാടിയിലും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും ഒക്കെ നടക്കുന്നത്. അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യം ഉപകരണങ്ങളുടെ ലഭ്യതയാണ്. അത് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വീടുകളുടെ മുകളിലേക്ക് ചെളി അടിഞ്ഞു കൂടി കിടക്കുന്നത് കൊണ്ട് ഈ വീടുകൾ പലതും, അതിന്റെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പലതും പൊളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഈ ചുറ്റിക, കത്തി, അതുപോലെ ഇത് ഡ്രില്ല് ചെയ്യാനുള്ള ഉപകരണങ്ങൾ, അതിന്റെയൊക്കെ ലഭ്യത കുറവ് ഇന്നലെ നേരിട്ടിരുന്നു. എല്ലാ പ്രദേശങ്ങളിലേക്കും സൈന്യത്തിന്റെ കയ്യിൽ മാത്രമാണ് ഇതിന് സജ്ജമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നത്. ഈ പ്രാദേശികമായുള്ള ആളുകൾ കൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഇത്തരം ഉപകരണങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. കാരണം ഈ പറയുന്ന മുണ്ടക്കൈ പ്രദേശം പൂർണ്ണമായി ഒലിച്ചു പോയതുകൊണ്ട് അവിടെ നിന്ന് പ്രാദേശികമായ ഒരു സഹായവും ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ അവർക്ക് ലഭ്യമായിരുന്നില്ല. അത് ലഭ്യമാക്കാനുള്ള ആവശ്യമായ സജ്ജീകരണങ്ങൾ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഏറ്റവും വേഗത്തിൽ നടക്കുന്നത്. അതോടൊപ്പം ചെളിയിൽ പൂണ്ടുകിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ചെളിയിൽ പൂണ്ടുകിടക്കുന്ന രൂപത്തിലുള്ള മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത്.
ഈ പാലം പൂർണ്ണമാകുന്നതോടുകൂടി കൂടുതൽ ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും, സൈന്യത്തിന്റെ സഹായത്തോടെ എത്തിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ചെളിയിൽ കൊണ്ടുകിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ അവരെ കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഇന്ന് വേഗത്തിൽ ഊർജിതമായി നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുണ്ടക്കൈ സ്കൂൾ കുന്നിലെ വീടുകളിൽ നിന്ന് ആ പ്രദേശത്ത് ഈ സ്കൂൾ കുന്നിലേക്കും ഒന്നും ഇന്നലെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് സ്കൂൾ കുന്നിലെ വീടുകളിലേക്കും ആ മുണ്ടക്കൈ ഗ്രാമത്തിന്റെ മറ്റ് പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ ഇന്ന് രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട്. സൈന്യം കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. ഈ താൽക്കാലികമായ 2-3 പാലങ്ങൾ, ചെറിയ പാലങ്ങൾ നിർമ്മിച്ചതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലായത്. ബെയിലി പാലം പൂർണ്ണമാകുന്നതോടുകൂടി ഈ രക്ഷാപ്രവർത്തനം, ഇതിനുള്ള ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തേക്ക് മുണ്ടക്കൈയിലേക്കും ചൂരൽമലയിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയും. ചൂരൽമലയിൽ തന്നെ ഈ സമീപത്ത് കുറേയധികം പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ളൊരു ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഈ പുഴയാകെ ഗതിമാറി ഒഴുകിയത് കൊണ്ടുണ്ടായ ഒരു അതാണ് ദുരന്തത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. വെള്ളം സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അവിടെ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നുണ്ട്. കുട്ടികളെ കണ്ടെത്തിയ പരിപാടികളെ ആരെങ്കിലും ഇനി കണ്ടെത്താനുണ്ടോ എന്ന രൂപത്തിലുള്ള അന്വേഷണം കൂടി പ്രാദേശിക ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. ചൂരൽമല ഗ്രാമം ഏതാണ്ട് പൂർണ്ണമായും മുണ്ടക്കൈയിൽ നിന്ന് 3 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത്. നമുക്ക് ദൂരം വളരെ വ്യക്തമാണ്. ആ പ്രദേശത്തിന്റെ ഇരുകരകളെയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. സൈന്യം ഈ 2 കരകളിലും ഉണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ചാലിയാറിലാണ് മൃതദേഹങ്ങൾ അടിഞ്ഞു. ശരി, അദ്ദേഹത്തിൽ ബെയിലി പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ഊർജിതമായി നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം.